ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കേറുന്നു. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പമ്പയിൽ നിന്നും സന്നിധാനത്ത് എത്തുന്നത്. ഇന്നലെ 1 ലക്ഷത്തിലധികം പേർ ദർശനം നടത്തി. ഈ സീസണിൽ ഇതുവരെ 35 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടിയത്. അതേസമയം അരവണ പ്രതിസന്ധി തുടരുകയാണ്. സജീവ് സി വാര്യർ ചേർന്നു. സജീവ, മണ്ഡലകാലത്തും വലിയ തിരക്കിലേക്കാണ് കാര്യങ്ങൾ. ഒപ്പം മറുവശത്തൊരു അരവണ പ്രതിസന്ധിയുണ്ട്. ടിന്നുകൾ കിട്ടാനില്ല എന്നുള്ളത് നേരത്തെ തന്നെ ദേവസ്വം വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണ്. എങ്ങനെയാണ് ശബരിമലയിൽ ഇപ്പോഴത്തെ സാഹചര്യം? മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നതിന് ശേഷം 4 ലക്ഷത്തിലേറെ ഭക്തർ തീർത്ഥാടകർ ശബരിമലയിൽ 18-ാം പടി ചവിട്ടി എന്നാണ് ഇന്നലെ വൈകുന്നേരം 5 മണി വരെയുള്ള കണക്കുകൾ. അതിൽ വീണ്ടും 1 ലക്ഷത്തിലേറെ പേർ ഇപ്പോൾ 18-ാം പടി ചവിട്ടി എന്ന് ആണ് ഇപ്പോഴുള്ള അനൗദ്യോഗികമായ കണക്കുകൾ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൂടുതൽ വ്യക്തമാകും. 34 ലക്ഷത്തിലേറെ പേരാണ് ഈ കഴിഞ്ഞ ഈ സീസണിൽ, അതായത് മണ്ഡല മകരവിളക്ക് ഉത്സവ നാളുകളിൽ ശബരിമലയിൽ എത്തിയത്. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ മകരവിളക്ക് ഉത്സവവുമായി അനുബന്ധിച്ച് വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, പോലീസും. കാരണം മകരവിളക്ക് സമയത്ത് ഉള്ള വലിയ തോതിലുള്ള തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. സ്പോട്ട് ബുക്കിംഗ് 10-ാം തീയതി മുതൽ ഉണ്ടാകില്ല എന്ന് ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ വെർച്വൽ ക്യൂവിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ 10-ാം തീയതിക്ക് മുമ്പായി മലയിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും മിനിയാന്നുമായി വലിയ തോതിൽ തീർത്ഥാടകരുടെ പ്രവാഹം ഇവിടേക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഈ പ്രവാഹം, അത്തരത്തിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി പമ്പയിൽ നിന്നുള്ള വഴിയിൽ തന്നെ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഭക്തർക്ക് നേരിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി പരാതിപ്പെടുന്നവരുമുണ്ട്. ഇന്നലെയൊക്കെ രാവിലെ പമ്പയിലെത്തിയ ആളുകൾ വൈകുന്നേരത്തോടു കൂടിയാണ് സന്നിധാനത്ത് എത്തുന്നത്. രാത്രിയോട് കൂടിയാണ് അവർക്ക് ദർശനം നടത്താനാകുന്നത് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. 10-12 മണിക്കൂർ സമയമെടുത്താണ് പമ്പയിൽ നിന്ന് മല താണ്ടി ഇവിടെ എത്തി, നീലിമല താണ്ടി ഇവിടെ എത്തി സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങാൻ സാധിക്കുന്നത്. എൻ്റെ മോളുടെ 2 കുട്ടികൾ, അതിൻ്റെ നാത്തൂൻ്റെ 3 കൊച്ചുകുട്ടികളുണ്ടായി. കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരെണ്ണം 6 പഠിക്കണ്, ഒരെണ്ണം 10, ഒരെണ്ണം 2 പഠിക്കണതാണ്. അത് കുഞ്ഞു മോളാണേ. അപ്പം 8 വയസ്സായി. അതിനെ കൊണ്ടുവരണമല്ല, ഇനി മാറിയാൽ കൊണ്ടുവരാൻ പറ്റൂല എന്നോർത്ത് വന്നതാണ്. അപ്പം പിന്നെ അത് മോനെ കണ്ടില്ല. എൻ്റെ പിന്നിൽ പിടിച്ചോ അമ്മയെന്ന് പറഞ്ഞിട്ട് തിരക്ക് വന്നപ്പില്ലേ എന്നെ തള്ളി അങ്ങോട്ട് മാറ്റി. അപ്പം എനിക്ക് മോനെ ഇപ്പം കാണാൻ പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് കയറിയപ്പം പമ്പയിലെന്നാലും എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഇന്ന് വന്ന വരവാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പമ്പയിൽ സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. 62 വയസ്സ് പമ്പയിൽ കയറി തുടങ്ങിയപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം 18-ാം പടിക്കുള്ള ക്യൂവിലേക്ക് അങ്ങോട്ട് കയറിയപ്പോഴാണ് ബുദ്ധിമുട്ടായത്. ഇന്നലെ തുടങ്ങിയ ക്യൂവിൽ ഉറക്കളച്ചിരിക്കുക. അതെന്ന് വെച്ചാൽ നമുക്കൊന്ന് കിടക്കാനോ ഇരിക്കാനോ സ്ഥലമില്ലേ, തിങ്ങിയിട്ട്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. അല്ലാണ്ട് ഇപ്പം ഇത്രയും നേരം ഞാൻ പട്ടിണി നിന്നിട്ടുള്ള വെള്ളമൊക്കെ എനിക്ക് ആവശ്യമുള്ളൂ, അത് കുടിച്ചുള്ളൂ. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഇത്രയും നേരം തോന്നി. ഇതിപ്പോൾ എനിക്ക് ഇതായിപ്പോയി. ആ കൊച്ചുങ്ങൾ കരയണ കണ്ടിട്ട് ഇതേ കരഞ്ഞാണ് വരണത്. നടപ്പന്തലെത്തിയാൽ കഴിഞ്ഞാൽ തന്നെ 3 മണിക്കൂറിലേറെ ദർശനത്തിന് സമയമെടുക്കുന്നുണ്ട്. വളരെ സ്ലോയിലാണ്. ഒരുപക്ഷെ അത്തരത്തിൽ 18-ാം പടി കയറി വരുന്ന ആളുകളുടെ എണ്ണത്തിൽ അതിൻ്റെ വേഗതയിൽ കുറവ് വന്നതുകൊണ്ട് ആയിരിക്കാം ഇത് എന്നാണ് കരുതുന്നത്. 4500ഓളം പേർ ഓരോ മണിക്കൂറിലും 18-ാം പടി ചവിട്ടുന്നു എന്നാണ് കണക്കുകൾ. എന്നാൽ അത്രയും പേർക്ക് 18-ാം പടി ചവിട്ടാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. പോലീസിൽ നേരത്തെ തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ സഞ്ചാരപാതയിൽ, നമ്മുടെ നീലിമല അടക്കമുള്ള സഞ്ചാരപാതകളിൽ വാഹനങ്ങളുടെ കാര്യത്തിലും ട്രാഫിക്കിൻ്റെ കാര്യത്തിലുള്ള നിയന്ത്രണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരം. എന്നാൽ ഇപ്പോൾ എത്തുന്ന ഭക്തരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. അതേസമയം അരവണ ലഭ്യമാകാത്ത പ്രശ്നവുമുണ്ട്. 2 ടിന്നുകൾ മാത്രമാണ് ഒരാൾക്ക് നൽകുന്നത്. ഈ നിയന്ത്രണം ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ എടുത്തു മാറ്റുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെയും ഇന്നുമെല്ലാം അതേ അവസ്ഥ തന്നെയാണ് തുടരുന്നത്. ടിൻ ലഭ്യമാകാത്തതാണ് പ്രശ്നമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. എന്നാൽ ഉടനെ തന്നെ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. എന്നാൽ എപ്പോൾ ഇതിൽ
മാറ്റമുണ്ടാകുമെന്ന കാര്യം വ്യക്തവുമല്ല. അടുത്ത ദിവസങ്ങളിൽ ഇനി കൂടുതൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇന്നലെ വൈകിട്ടും മഴ ചെറിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം തന്നെ ഭക്തർക്ക് ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും സുഗമമായ രീതിയിൽ ദർശനം നടത്തി മടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുവെന്നാണ് ദേവസ്വം ബോർഡും പോലീസും വ്യക്തമാക്കുന്നത്.